ചില വീഡിയോസ് അല്ലെങ്കിൽ ചില ഇന്റർവ്യൂസ് എടുക്കുമ്പോൾ നല്ല കാര്യങ്ങൾ മാത്രം കട്ട് ചെയ്തിട്ട് നമുക്കെതിരെയുള്ള കാര്യങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് നോക്കാന്നേ, വരും ദിവസങ്ങളിൽ അടുത്ത വീഡിയോ ഇറങ്ങട്ടെ ബിഷപ്പിന്റെ, നമുക്ക് മനസ്സിലാവും. എല്ലാവരും ചായ കുടിച്ചു കഴിഞ്ഞില്ലേ? വന്നേ നമുക്ക് നോക്കാം. മാത്രമല്ല ഇപ്പൊ പറയുന്നത് ഇത് ഒറ്റപ്പെട്ട ഒരു ഏരിയയാണ്, ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടാണെന്നും പറയുന്നത് കേട്ടോ. എന്നല്ലേന്ന് വിചാരിച്ചിട്ടാ, അല്ലെങ്കിൽ ഒരു എണ്ണം കിട്ടുന്നുണ്ടല്ലോ. അവരിവിടുന്ന് മടങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അഡ്വക്കേറ്റുമായിട്ട് അതിനെപ്പറ്റി സംസാരിക്കേണ്ടതായിട്ടുണ്ട്. നിയമപരമായ കാര്യങ്ങളിലൂടെ നീങ്ങേണ്ടതായിട്ട്. ഞാൻ താങ്കൾക്കെതിരെ നിയമ നടപടി എടുക്കുന്നതിൽ വിരോധമില്ല എന്ന് കരുതട്ടെ. ഇനിമേലിൽ താങ്കൾ ഇത്തരത്തിലുള്ള കുൽസിത പ്രവൃത്തിയിൽ ഏർപ്പെടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവരെ വീട് പൂട്ടിയിടാൻ ഞാൻ അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരിക്കലും സമ്മതിക്കത്തില്ല. കാരണം ദശലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് അതിനകത്ത് വീട് പണിതേക്കുന്നത് അല്ലേ. പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ അത് തീർക്കുക എന്നുള്ളതാണ്. ഫിറോസ്ഖാനായിട്ട് നേരിട്ട് സംസാരിച്ചത് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഞാൻ സംസാരിച്ചിട്ടില്ല. ഇനി സംസാരിക്കാൻ തയ്യാറാണോ? എന്തിന്? ഇവനതിൽ എന്തോ കൈയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്റെ വീടിന്റെ ബാത്റൂമിന് ചോർച്ച ഉണ്ടെന്ന് പീയൂഷ് എങ്ങനെ അറിയും? അത് കറക്റ്റ് ആണല്ലേ? സ്ക്രിപ്റ്റഡ് ആണ്, ഓൾ കാര്യങ്ങൾ സ്ക്രിപ്റ്റഡ് ആണെന്ന് ഞാൻ പറയും. ഇതിനെ എതിർക്കാനൊക്കത്തില്ല. ഞാൻ വ്യക്തികളെ അധിക്ഷേപിച്ച് പറയുകയല്ല, സ്ക്രിപ്റ്റഡ് ആയിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട്. എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. ഒരു യൂട്യൂബറല്ലേ ചോദിച്ചത് നിങ്ങളെ വെച്ച് മാർക്കറ്റ് ചെയ്യുവാണെന്ന്? എന്റെ വിഷയത്തെ പറ്റി ചോദിച്ചില്ലേ? സ്ക്രിപ്റ്റഡ് ആണ്. എല്ലാവരെയും വഞ്ചിക്കുന്ന ഈ നാടകം തീർന്നാൽ എനിക്കൊരു കാര്യം പറഞ്ഞു തരണം. എന്തായിരുന്നു എന്റെ വേഷത്തിന്റെ പേര്? രേണുസുതി പറഞ്ഞു ചോദിപ്പിച്ചാണ്. രേണുസുതി പറഞ്ഞു ചോദിച്ചതെന്ന് വെച്ചാൽ ഇതിന്റെ പിൻപിൽ ആരോ ഉണ്ട്, അത് ആരാണെന്നുള്ളത് കേൾക്കുന്നവർക്ക് ബോധ്യമാകും. ഇപ്പൊ പെണ്ണുങ്ങളൊന്നും അത്ര ശരിയല്ല. ഈ വീട് അങ്ങനെ വലിയ തുകകൾ, ചെറിയ തുകകൾ 1 രൂപ എങ്കിലും കൊടുത്ത് സഹായിച്ചവർക്ക് എത്ര വേദനയായിരിക്കും ഇത് കേൾക്കുമ്പോൾ. ഇവിടെ കയറി വന്ന് ന്യായോ അന്യായം പറയാൻ നമ്മളാരാണാവോ? നമ്മൾ വെറും വഴിവാക്കര്. പക്ഷേ കണ്ട എന്റെ വീടിന്റെ ടോയ്ലറ്റോ എന്റെ ഹാളോ എന്റെ ലിവിങ്ങോ എന്റെ ബെഡ്റൂമോ ചോരുന്നുണ്ടോ എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വരുന്ന പീയൂഷ് എങ്ങനെ അറിയും? എന്റെ മനസ്സത്ര നല്ലതല്ല, ഞാൻ സഹിച്ചു. നീയേ നന്നല്ല, പിന്നല്ലേ നിന്റെ മനസ്സ്. അപ്പോൾ സംതിങ് അതിനകത്ത് സ്ക്രിപ്റ്റഡ് ആണെന്ന് ഞാൻ സംശയിക്കുന്നതിൽ തെറ്റുണ്ട്. അതുകൊണ്ട് ഇത് മുന്നോട്ട് പോകാൻ അനുവദിക്കത്തില്ല. I feel something fishy. ഞാൻ ഏകദേശം 28 ലക്ഷം രൂപ വില മതിക്കുന്ന ഒരു വസ്തു ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, വീട് പൂട്ടി പോവാണെന്നുണ്ടെങ്കിൽ അതിന് നിയമ നടപടികളുമായിട്ട് നീങ്ങും ഞാൻ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഇനി ഇതും കൂടെ അമ്മാമ അറിഞ്ഞ നമ്മൾ ഒരൊറ്റ എണ്ണത്തിന് ഇവിടെ താമസിപ്പിക്കില്ല, എല്ലാത്തിനും പുറത്താക്കും.